നമ്മൾ ഇന്ന് രാവിലെ ഒരു ഫിഷിങ്ങിന് ഇറങ്ങിയാണ് കേട്ടോ. നമ്മുടെ റോഡും റീലൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ നമ്മൾ നേരെ ഇന്ന് നമ്മുടെ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ യൂജിനാണ് കേട്ടോ. അങ്ങനെ കാസ്റ്റ് ചെയ്ത് താഴോട്ട് വന്നപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം കരയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉടക്കിപ്പോയ ഫ്രോഗിന്റെ കാര്യം ഓർത്തത്. അപ്പൊ പിന്നെ അതുകൂടെ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അവിടുന്ന് നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ബോട്ടിന് തൊട്ടടുത്തൂടെ നല്ലൊരു കിഡിലും സൈസുള്ള ഒരു നീലവാക പോകുന്നത് കണ്ടത്. നമ്മൾ ഫ്രോഗ് ദൂരെ എറിഞ്ഞിട്ടേക്കും ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മീൻ്റെ അടുത്തൂടെ അത് റിട്രീവ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അധികം താമസിക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ചെറുമീന്റെ കുഞ്ഞ് തന്നെയാണ് കേട്ടോ ആദ്യമായിട്ട് അടിച്ചേക്കുന്നത്. ചെറുതാണെങ്കിൽ അവന്റെ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ അവനെ പിടിച്ച് ബോട്ടിലിട്ടിട്ടുണ്ട്. ഇവൻ കുഞ്ഞായതുകൊണ്ട് ഇവന് വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവനെ തിരിച്ചു വിടാൻ പോവാണ് കേട്ടോ. ഇനി ഒരുപാട് വളരാനുണ്ട് കേട്ടോ. ചെറുമീൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പോലും ഒരു 5 കിലോകളൊക്കെ അടുപ്പിച്ച് വരാറുണ്ട്. കുറച്ച് പേർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഇവർ സർവൈവ് ചെയ്യുമെന്ന്. ഇവർക്ക് വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഡാമേജ് ഉള്ള മീനാണെങ്കിൽ നമ്മൾ വിടത്തില്ല കേട്ടോ. അങ്ങനെ അവനെ നമ്മൾ സേഫ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബണ്ടിന്റെ മണ്ടയ്ക്ക് ഈ ഒരു ബോട്ട് സേഫ് ആയിട്ട് താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ബണ്ടിന്റെ മണ്ടയ്ക്ക് നമ്മൾ സേഫ് ആയിട്ട് ബോട്ട് താഴെ ഇറക്കി നമ്മൾ വീണ്ടും കാസ്റ്റിംഗ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നട്ടുച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു തണലുള്ള സൈഡിൽ കൂടെ കാസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരുന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മീൻ അടിക്കുന്നത്. അവനും നമുക്ക് ആദ്യം അടിച്ച അതേ ചെറുമീനെ പോലെ തന്നെ നല്ല ഫൈറ്റാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവനെയും പിടിച്ച് നമ്മുടെ ബോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവൻ വളരെ ചെറുതായതുകൊണ്ട് ഇവൻ ഇനി ഒരുപാട് വളരാനുള്ളത് കൊണ്ട് തന്നെ ഇവനെ നമ്മൾ റിലീസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ പ്ലാൻ. ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഹുക്ക് റിമൂവർ വെച്ച് തന്നെയാണ് കേട്ടോ ഇവരുടെ ഹുക്കെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്നത്. റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചെറുമീൻ്റെ കളർ പാറ്റേൺ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ മീൻ്റെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലെ ഒരു പച്ചപ്പും അവൻ്റെ ആ ഒരു റെഡ് കളറും ഒക്കെ ചേർന്ന് വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവനെ കാണാൻ. അങ്ങനെ അവനെ നമ്മൾ സേഫായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ചെറുമീനെ പിടിച്ച സന്തോഷത്തിൽ നമ്മുടെ യൂജിൻ വീണ്ടും കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ കഴിയുന്നില്ല. നമുക്കിന്നൊരു ഹെവി സാധനം അടിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ മീൻ ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഗസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.